ഏത് വിഷയം കോൺഗ്രസ് മറച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നു? 140 മണ്ഡലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ കൺവെൻഷനുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രചാരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉന്നയിക്കപ്പെടും. പാലക്കാട് മണ്ഡലം ആ വിഷയത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. എന്നിട്ട് ഇന്ന് പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ കുറെ ടീം രാഹുൽ മാങ്കൂട്ടം, അതായത് കേരളം വീണ്ടെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും വീണ്ടെടുക്കണമത്രേ, ഒരു പ്ലക്കാർഡ് പിടിച്ചങ്ങ് നിൽക്കുകയാണ് കുറെ ടീമുകൾ. എന്തൊരു മാനസികാവസ്ഥയും രാഷ്ട്രീയ ചിന്തയുമാണ് എന്നത് ആലോചിക്കണം. കോൺഗ്രസ് തള്ളി പറഞ്ഞ, കോൺഗ്രസ് പുറത്താക്കിയ ഒന്നാം ബലാത്സംഗ കേസ്, രണ്ടാം ബലാത്സംഗ കേസ്, മൂന്നാം ബലാത്സംഗ കേസ്, കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ട ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആ പ്രയോഗം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് വ്യക്തിപരമായി മെസ്സേജ് അയക്കുകയും ചില പോസ്റ്റുകളുമൊക്കെ ഞാൻ കണ്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണെന്ന് അല്ല, ഉള്ളതാണല്ലോ. ഒന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു, രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു, മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ നിലയ്ക്ക് ഉള്ള ഒരാളെ കേരളം UDF വീണ്ടെടുക്കുന്നതിൻ്റെ കൂടെ വീണ്ടെടുക്കണമെന്ന് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞ UDFനെ അല്ല പറയുന്നത്, പക്ഷെ ആ രാഷ്ട്രീയ വേദിയിൽ നിൽക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള സിംഹങ്ങളെ നമിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്ത് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ചോദ്യമൊക്കെ വളരെ നിഷ്കളങ്കമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ, മിനി ബജറ്റ്, കേരളത്തിന്റെ ഒരു ബജറ്റിന്റെ പകുതി വേണമെങ്കിൽ ക്ഷേമ പദ്ധതികൾക്ക് മാറ്റിവെക്കുന്ന തുകകളുടെ പകുതി ആവശ്യമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ ആരും ഞാൻ ചോദിച്ചു കേട്ടില്ല ഇതിനുവേണ്ടി എവിടെ നിന്നാണ് പണം കണ്ടെത്തുക എന്ന് പറയുന്നത്. മുൻപൊരു ബജറ്റിന്റെ സമയത്ത് കേരളത്തിന്റെ ധനമന്ത്രി പറഞ്ഞു കടമെടുത്തും കരുതൽ എന്നുള്ളത്. അതൊരു ചേരിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഒരു പക്ഷേ കൂടുതൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതാണത്.